ഓൾ ഇന്ത്യ തലത്തില് ഉപഭോക്തൃ വില 0.25% ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തത്തക്ക രീതിയിൽ ഇപ്പോഴും വിലകൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. 8.56% കേരളത്തിലെ വിലപ്പെരുപ്പ് നിരക്ക്. അപ്പോൾ ഈ കേരളത്തിലെ വിലക്കയറ്റ നിരക്ക് കഴിഞ്ഞ സെപ്റ്റംബറിലെ 9.05%. അതാണ് ഇപ്പോ 8.56% കുറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഗ്രാമ നഗര വ്യത്യാസമുണ്ട്. ശരാശരി വിലക്കയറ്റ നിരക്ക് 8.56% ഗ്രാമങ്ങളിൽ അത് 6.51%, നഗരങ്ങളിൽ 9.64%. ശരാശരി എടുക്കുമ്പോൾ 8.56%. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഓൾ ഇന്ത്യ, ഇനി കേരളത്തിനേക്കാൾ, അതായത് ഓൾ ഇന്ത്യ തലത്തിൽ 0.25% എന്ന് പറഞ്ഞു, അതിൽ തന്നെ ഓൾ ഇന്ത്യ തലത്തില് ഗ്രാമങ്ങളിൽ എത്രയാണ്? 25% തന്നെ. നഗരങ്ങളിലോ 0.88%. അതായത് 1% താഴെ, 0.88% നഗരങ്ങളില്. ഇനി കേരളത്തിലെ ശരാശരി 8.56, ഗ്രാമങ്ങളിൽ 6.51, നഗരങ്ങളിൽ 9.64%. ഇനി നമുക്ക് സംസ്ഥാനങ്ങൾ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം കേരളമാണ്. കേരളം കഴിഞ്ഞാല് കർണാടകയിൽ എത്രയാണെന്നല്ലേ? 2.34. അതായത് ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിലെ 8.56% വില കയറ്റ നിരക്ക്. അതേസമയത്ത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കർണാടകത്തില് 2.34%. എന്തൊരു അന്തരം ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം വിലക്കയറ്റത്തില്. പിന്നെ പഞ്ചാബിൽ 1.81% ഉള്ളൂ. ഹിമാചൽ പ്രദേശ് 1.24%. 12 സംസ്ഥാനങ്ങളിൽ നെഗറ്റീവ് അഥവാ മൈനസ് ആണ് പിന്നെ ഉപഭോക്തൃ വില നിലവാരം. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇത്ര ഉയർന്ന വില നിൽക്കുന്നത്? അതിന്റെ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ 80%-ലധികവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നാം ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പൊ ഇറക്കുമതി തീരുവ ഒരു വശത്ത്, അതായത് ഇറക്കുമതി തീരുവ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള നികുതികള്, കയറ്റിറക്ക് കൂലികള്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ചെലവുകളും കൂടി ഈ വിലയിൽ വരുന്നു. അത് കൂടാതെ തന്നെ അങ്ങനെയുള്ള വിലകൾ കൂടാതെ തന്നെ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ വ്യാപാരികളും വ്യവസായികളും അവരുടേതായ രീതിയിൽ വില ഉയർത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇതും കൂടാതെ പൂഴ്ത്തിവയ്പ്, അതായത് എന്തെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് വില കയറ്റം ഉണ്ടായേക്കാം എന്ന് തോന്നിയാൽ ഉടനെ അത് പൂഴ്ത്തിവയ്ക്കുമ്പം നാച്ചുറലി അതിന്റെ വില വിപണിയിൽ വർദ്ധിക്കും. അങ്ങനെ വിപണിയിൽ വില വർദ്ധിച്ചു കഴിയുമ്പോഴായിരിക്കും ആ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് പുറത്തിറക്കുക. അതിന്റെ ലാഭമൊക്കെ അവരെടുക്കും. അങ്ങനെ അത് കൂടാതെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നത്, നമ്മുടെ കേരളീയർ മാത്രമല്ലോ കേരളത്തിലെ ഉപഭോക്തൃ ശൃംഖലയിൽ ഉള്ളത്. 40 ലക്ഷത്തിലേറെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലെ അനുദിനം താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് കിട്ടുന്ന വേതനം എത്രയാണ്? 1250 രൂപ, 1300 രൂപ, 1400 ഈ തരത്തിൽ പോകും അവരുടെ കൂലി. അങ്ങനെ കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം മാത്രം അവരുടെ നിദാന ചെലവുകൾക്ക് വേണ്ടി ഇവിടെ ചെലവഴിക്കുന്നു. ബാക്കി മുഴുവനും അവർ ഇവിടുന്ന് അവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ്. അതപ്പോ നമ്മുടെ വിലക്കയറ്റം വർദ്ധിപ്പിക്കത്തില്ല. പക്ഷെ അവരിവിടെ ഈ 40 ലക്ഷത്തിലേറെ തൊഴിലാളികൾ കേരളത്തിൽ താമസിച്ച് അവരുടെ ഉപജീവനം നടത്തുന്നു എന്ന് പറഞ്ഞാല് അവരുടെ ചെലവുകൾ അവർ ചെലവഴിക്കുന്നു, അവർ വിപണിയെ സ്വാധീനിക്കുന്നു. അവരുടെ ഡിമാൻഡ് നമ്മുടെ വിപണിയിൽ തന്നെയാണ്. നമ്മുടെ കേരളീയരുടെ ഡിമാൻഡിനോട് ചേർന്ന് പോകുന്നതാണ് അവരുടെ ഡിമാൻഡ്. അപ്പോൾ നമ്മുടെ വിപണിയിലെ ഡിമാൻഡ് നില എപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിനേക്കാൾ ഉയർന്നു നിൽക്കും. അതുകൊണ്ടാണ് ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്രയേറെ ഉള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇത്രയും പേരുണ്ടായിട്ട് ഇവിടെ തൊഴിൽ ചെയ്യുമ്പോൾ നമ്മുടെ യുവജനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? അവരെന്താ ജോലി ചെയ്യാത്തത്? അവർക്കെന്താ ചെയ്താല്? അതായത് ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞാല്
പിന്നെ 10ാം ക്ലാസ് എന്നല്ല പറയേണ്ടത്, ശരിക്കും 8ാം ക്ലാസ് കഴിഞ്ഞാൽ എന്നാ പറയേണ്ടത്. കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കോളർ ജോബ് മതി എന്ന തരത്തിലാണ് ചിന്തകൾ, ഇവിടുത്തെ യുവജനങ്ങളുടെ ചിന്തകൾ. ഏത് ജോലിയും ഏത് വ്യക്തിക്കും അവന് ആരോഗ്യപരമായിട്ട് പറ്റുമെങ്കിൽ ചെയ്താൽ അത് അന്തസ്സാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് അന്തസ്സാണ്. ആ ചിന്ത എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇല്ലാതെ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഈ 40 ഇവര് വന്നിട്ട് ഇവിടെ എന്താ ചെയ്യുക? അതായത് തെങ്ങിന്റെ ചോട് കിളയ്ക്കാൻ അവർക്ക് അറിയത്തില്ല. അത് നമ്മുടെ തെങ്ങിന്റെ ഒക്കെ ഉൽപാദനക്ഷമത, ഇപ്പൊ ഈ കേരളത്തിലെ വിലക്കയറ്റത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം വെളിച്ചെണ്ണയുടെ വില, തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിലക്കയറ്റമാണ്. ആ വിലക്കയറ്റത്തിന്റെ കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഏരിയയിൽ തെങ്ങ് കൃഷി ചെയ്തിരിക്കുന്ന കേരളം ഇപ്പോ 3ാം സ്ഥാനത്താണ് ഉൽപാദനത്തില്. തേങ്ങ ഉൽപാദനത്തില് ഇന്ത്യയിലെ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്, താഴ്ന്നു പോയിരിക്കുകയാണ്. അതായത് ഉൽപാദനക്ഷമത തീരെ പോയി. വേണ്ടത്ര, അതായത് മലയാളികളായിട്ടുള്ള ജോലിക്കാര് തെങ്ങിന്റെ മൂട് കിളയ്ക്കുക, വളയിടുക, ഇതൊക്കെ ചെയ്തിരുന്ന സമയത്ത് അതിനെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് കൃത്യതയോടെ അറിഞ്ഞ് വൃത്തിയായി ചെയ്യുമായിരുന്നു. ഇപ്പോ ചെയ്യുന്ന ഈ ബംഗാളികൾ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകും. അതൊന്നും തെങ്ങിന്റെ സാമ്പ്രദായിക രീതിക്ക് അനുസരിച്ചല്ല. അതുകൊണ്ടാണ് തെങ്ങിന്റെ ഉൽപാദനക്ഷമത, പിന്നെ രോഗശമനത്തിനുള്ള നടപടികൾ ഒന്നും എടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് കേരളത്തിന്റെ ഈ വിലക്കയറ്റത്തിന്റെ ഒരു കാരണമാണ്. തേങ്ങയുടെ വെളിച്ചെണ്ണയുടെ ഒക്കെ വില ഇത്രയധികം ഉയർന്നു നിൽക്കുന്നത്. പിന്നെ ഈ തൊഴിലാളികളുടെ ഉപഭോഗം, അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ 40 ലക്ഷത്തിലേറെ പേർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആ ഉപഭോഗ തീവ്രത വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വിലക്കയറ്റവും ഇവിടെ കൂടി നിൽക്കുന്നു. അപ്പം കേരളത്തിനെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ, അതായത് ഈ വന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ആരുമാകട്ടെ, നമുക്കുള്ള ഭൂമി തരിശിടാതെ ആ ഭൂമി നല്ലവണ്ണം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉപഭോക്തൃ വിലകൾ ഇതിനേക്കാൾ താഴേക്ക് വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ഉപഭോക്തൃ വില 0.25% എത്തി നിൽക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയാണ് ബാങ്ക് വായ്പയുടെ ഒക്കെ ഇൻട്രസ്റ്റ് കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഉപഭോക്തൃ വില 15 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെ ആ നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ മിക്കവാറും അടുത്ത വട്ടം മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് റിസർവ് ബാങ്കും മോണിറ്ററി പോളിസി കമ്മിറ്റിയും നീങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ വായ്പകൾ കൊടുക്കപ്പെടും. അതുപോലെ കൂടുതൽ വായ്പകൾ കൊടുക്കപ്പെടുമെങ്കിലും ഡെപ്പോസിറ്റ്സ് ബാങ്കിലേക്ക് വരുന്നത് കുറയാനും സാധ്യതയുണ്ട്. കാരണം ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ ഡെപ്പോസിറ്റ് റേറ്റ്സും സാധാരണ രീതിയിൽ ബാങ്കുകൾ കുറയ്ക്കും. അപ്പോൾ ഡെപ്പോസിറ്റേഴ്സിന് വേണ്ടത്ര വരുമാനം കിട്ടില്ല. അങ്ങനെ ആ അപകടത്തിൽ, ആ സാഹചര്യത്തിൽ അവര് പിന്നെ പോപ്പുലർ ഫിനാൻസ്, നമുക്കറിയാം 2000 കോടി കൊണ്ട് മുങ്ങിയ പോപ്പുലർ ഫിനാൻസിനെ വരുതിക്ക് നിർത്താനായിട്ട് ഗവൺമെന്റ് പോലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടേ ഇല്ല. ഗവൺമെന്റ് പോലും കോടതിയുടെ വിധിയെ മാനിച്ച് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല എന്ന് പിന്നെ ഹൈക്കോടതിയാണ് ഇന്നലെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കേട്ടത്. അപ്പം നമ്മുടെ പണം കൊണ്ടുപോയി, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുന്ന പക്ഷം ബാങ്ക് റേറ്റും കുറഞ്ഞേക്കാം, അതായത് ഡെപ്പോസിറ്റ് റേറ്റും കുറഞ്ഞേക്കാം. അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എന്നാൽ ഇത് പ്രൈവറ്റ് ഫിനാൻസിയേഴ്സിന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കൊണ്ടുപോയി ഇട്ടാല് നമ്മൾ പോപ്പുലർ ഫിനാൻസ് പോലെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടും എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. എന്നിട്ട് വേണം നമ്മുടെ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് നമുക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി നല്ലവണ്ണം സ്വായത്തമാക്കാൻ പറ്റണം. ഫിനാൻഷ്യൽ ലിറ്ററസി സ്വായത്തമാക്കിയാൽ മാത്രമേ, അതായത് എന്തെങ്കിലും തരാം, വലിയ വരുമാനമൊക്കെ ഓഫർ ചെയ്യും, പക്ഷെ അവസാനം വരുമ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടും. അങ്ങനെ കബളിപ്പിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെയോ നമ്മുടെ ഫണ്ട് വിനിയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മ്യൂച്വൽ ഫണ്ട്സിലാണെങ്കിലുള്ള ഗുണം, മ്യൂച്വൽ ഫണ്ട്സ് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഡൈവേഴ്സിഫൈ ചെയ്ത് പല ലെവലിലേക്ക്, പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലേക്കോ ഇൻവെസ്റ്റ്മെന്റ്സിലേക്കോ ഒക്കെ ആയിട്ട് നിക്ഷേപിക്കും. അപ്പം ഒരിടത്തുനിന്ന് നഷ്ടം വന്നാൽ വേറൊരിടത്തുനിന്ന് ലാഭം വരും. അങ്ങനെ നമുക്ക് ആശ്വാസകരമായ ഒരു അവസ്ഥയിൽ പോകാൻ പറ്റും. ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പറഞ്ഞ ഡെപ്പോസിറ്റ് റേറ്റ് കൃത്യമായിട്ടും കിട്ടും, പക്ഷെ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ ഒക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ.